ഡി സതീശൻ നയിക്കുന്ന പുതുയുഗ യാത്രയിൽ ഷാഫി പറമ്പിൽ സംസാരിക്കാത്തതിനെ ചൊല്ലി മൽപ്പിടുത്തം. സംസാരിക്കാതെ മടങ്ങിയ ഷാഫിയെ നേതാക്കൾ തടഞ്ഞു. പിന്നീട് കുറ്റ്യാടി സീറ്റിൽ വിജയം ഉറപ്പെന്ന് പ്രഖ്യാപിച്ചാണ് ഷാഫി മടങ്ങിയത്. കാര്യമായ വിവാദങ്ങളില്ലാതെ കടന്നുപോയ യാത്രയുടെ ശോഭ കെടുത്തുന്നതായി ഈ വിവാദം. ഏറ്റവും പ്രിയങ്കരനായ അധ്യക്ഷൻ ശ്രീ പ്രമോദ് കക്കട്ടിൽ, പ്രിയങ്കരനായ ഉദ്ഘാടകൻ നിഖിൽ പ്രമേഷ് വിവരങ്ങളുമായി. നിഖിൽ, എന്താണ് സംഭവിച്ചത്? അദ്ദേഹം ക്ഷുഭിതനായി അവിടെ നിന്ന് മടങ്ങാൻ തുടങ്ങുന്ന കാഴ്ചയാണ് കാണുന്നത്. പിന്നീട് DCC അധ്യക്ഷൻ ഉൾപ്പെടെ തടയുന്നുണ്ട്. എന്താണ് ഈ നീരസത്തിന് കാരണമായത്? അനുജ, ഇന്നിപ്പോൾ പുതുയുഗ യാത്ര VD സതീശൻ അയക്കുന്ന UDFന്റെ ഒരു വലിയ തിരിച്ചുവരവായിരിക്കുമെന്ന് UDF നേതാക്കളൊക്കെ പ്രതീക്ഷിക്കുന്ന യാത്ര ജില്ലയിൽ പ്രവേശിച്ച ദിവസം കൂടിയാണ്. ഈ ദിവസം കുറ്റ്യാടിയിൽ നടക്കുന്ന പരിപാടിയിലെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. അവിടെ ഷാഫി പറമ്പിൽ അടക്കമുള്ള ആളുകളുണ്ട്, മുതിർന്ന നേതാക്കളൊക്കെ ഉണ്ട്. മുല്ലപ്പള്ളി രാമേന്ദ്രൻ അടക്കമുള്ള മുതിർന്ന നേതാക്കളൊക്കെ വേദിയിലുണ്ട്. ഈ സമയത്ത് ഷാഫിയോട് സംസാരിക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ അദ്ദേഹം തുടക്കത്തിൽ തന്നെ പറഞ്ഞിരുന്ന ഒരു കാര്യം, നേതാക്കളൊക്കെ സംസാരിക്കട്ടെ, ഒരുപാടധികം ആളുകൾ വേദിയിലുണ്ട്, സ്വാഭാവികമായിട്ടും മുതിർന്ന നേതാക്കൾ സംസാരിക്കട്ടെ എന്നുള്ള വളരെ പക്വമായിട്ടുള്ള നിലപാടായിരുന്നു ഷാഫി പറമ്പിൽ സ്വീകരിച്ചിരുന്നത്. എന്ന് മാത്രമല്ല, അദ്ദേഹത്തെ സംസാരിക്കാൻ വിളിച്ചപ്പോൾ അദ്ദേഹം ഞാൻ സംസാരിക്കുന്നില്ല എന്ന് പറയുകയും ചെയ്തിരുന്നു. ഇതേ തുടർന്ന് വേദി വിടാൻ ശ്രമിക്കുന്ന ഷാഫിയാണ് നമ്മൾ കാണുന്നത്. എന്നാൽ ആ സമയത്ത് മുതിർന്ന നേതാക്കൾ, പ്രത്യേകിച്ച് DCC പ്രസിഡന്റ് അടക്കമുള്ള പ്രവീൺ കുമാർ അടക്കമുള്ള ആളുകൾ ഷാഫിയെ തടഞ്ഞു നിർത്താൻ ശ്രമിക്കുന്നത്. അപ്പോൾ ഷാഫി വളരെ രൂക്ഷമായി തന്നെ അവരോട് പറയുന്നുണ്ട്, മുതിർന്ന ആളുകൾ സംസാരിക്കട്ടെ, നേതാക്കൾ സംസാരിക്കട്ടെ എന്നുള്ള കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ നിർബന്ധിപ്പിച്ച് നേതാക്കൾ ഷാഫിയെ തിരികെ കൊണ്ടുവന്ന് വേദിയിൽ സംസാരിപ്പിക്കുകയായിരുന്നു. അദ്ദേഹം രണ്ട് വാക്കുകളെ പറഞ്ഞിട്ടുള്ളൂ. VD സതീശൻ കേരളത്തിലെ ആകെ കണക്കെടുക്കുമ്പോൾ, അതായത് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം വന്ന ശേഷമുള്ള കണക്കെടുക്കുമ്പോൾ 100+ 100-ന് പുറത്തേക്ക് എണ്ണുമ്പോൾ അതിലൊന്ന് ഉറപ്പായും കുറ്റ്യാടിയായിരിക്കും എന്ന് ഉറപ്പ് നൽകുകയായിരുന്നു അദ്ദേഹം. അത്രമാത്രം പറഞ്ഞുകൊണ്ട് തന്റെ പ്രസംഗം അവസാനിപ്പിക്കുകയായിരുന്നു. ഇതിലൊരു കൗതുകം എന്ന് പറയുന്നത്, സത്യത്തിൽ VD സതീശന്റെ യാത്ര ആരംഭിച്ചതിന് ശേഷം കാര്യമായ വിവാദങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഒന്നും തന്നെ സംഭവിച്ചിരുന്നില്ല. പക്ഷെ കോഴിക്കോട് എത്തിയപ്പോൾ അതിന്റെ ഒരു ശോഭ ചെറിയ രീതിയിലെങ്കിലും കെടുത്തുന്നതായി ഈ ഷാഫി പറമ്പിലിന്റെ ഭാഗത്തുനിന്നുണ്ടായ ഒരു നീക്കം. അദ്ദേഹത്തെ സ്നേഹപൂർവ്വമാണ് ഈ നേതാക്കൾ ക്ഷണിച്ചത്. കാരണം നമുക്കറിയാം, ഷാഫി സംസ്ഥാനത്തുടനീളം വലിയ ഫാൻ ബേസ് ഉള്ള ഒരു ക്രൗഡ് പുള്ളറാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഷാഫി പറമ്പിൽ സംസാരിക്കുക എന്ന് പറയുന്നത് ആ വേദിയിലുള്ള ആളുകളെ വളരെയധികം ആവേശത്തിലാഴ്ത്തുന്നതായിരിക്കും. എന്ന് മാത്രമല്ല, അദ്ദേഹം സംസാരിക്കാൻ വന്നപ്പോൾ വലിയ കരഘോഷമാണ് വേദിയിൽ നിന്ന് ഉയർന്നതും. അപ്പോൾ ഷാഫിയെ എങ്ങനെ തിരികെ കൊണ്ടുവരാൻ നേതാക്കൾ ശ്രമിക്കുന്നതിനിടെ ഉണ്ടായ ചെറിയൊരു മൽപ്പിടുത്തം അതൊരു ഈ യാത്രയുടെ ഒരു ശോഭ കെടുത്തി എന്നുള്ളതാണ് പൊതുവിൽ സൈബർ കോൺഗ്രസ് ഇടത്തടക്കം ആളുകൾ പറയുന്ന ഒരു വിമർശനം എന്ന് പറയുന്നത്. അനുജ, നിഖിൽ, ഇതിൽ ഇപ്പോൾ അദ്ദേഹം പറഞ്ഞതുപോലെ മുതിർന്ന നേതാക്കൾ സംസാരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം മാറുക തന്നെയാണോ? അത് തന്നെയാണോ അതിന്റെ യാഥാർത്ഥ്യം? അതോ മറ്റെന്തെങ്കിലും നീരസമുണ്ടോ ഷാഫിക്ക്? ഷാഫി പറമ്പിലിനെ സംബന്ധിച്ചിടത്തോളം നിലവിലത്തെ സാഹചര്യത്തിൽ അദ്ദേഹത്തിന് എന്തെങ്കിലും തരത്തിലുള്ള അതൃപ്തിയോ വിയോജിപ്പോ നേതൃത്വത്തോടെ ഉള്ളതായി അറിവില്ല. ചില ഈ എതിർ രാഷ്ട്രീയ കക്ഷികൾ പ്രചരിപ്പിക്കുന്നത് VD സതീശന് മുൻപ് ഷാഫി പറമ്പിലിനെ സംസാരിക്കാൻ വിളിക്കാത്തതിനാൽ അദ്ദേഹം നീരസം കാണിച്ചു എന്നുള്ളതാണ്. അതിലൊരു യുക്തിയില്ലായ്മ തന്നെയുണ്ട്. കാരണം ഈ യാത്രയിലെ നായകൻ എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ട് VD സതീശനാണ്. അദ്ദേഹം സംസാരിച്ച ശേഷമേ അതിൽ പ്രധാനപ്പെട്ട മറ്റ് നേതാക്കളൊക്കെ സംസാരിക്കും. അതുകൊണ്ട് തന്നെ അങ്ങനെ നേരത്തെ വിളിക്കാത്തതിലോ വൈകി വിളിച്ചതിലോ ഉള്ള നീരസമൊന്നും ആയിരിക്കാൻ സാധ്യതയില്ല. ഞാൻ ഷാഫി പറമ്പിലിനെ ഇതുമായി ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും അദ്ദേഹത്തെ ലഭ്യമായിട്ടില്ല. പക്ഷെ നമുക്ക് അധികം വൈകാതെ തന്നെ ഇതിന്റെ പ്രതികരണങ്ങൾ ലഭ്യമാകും. മുതിർന്ന നേതാക്കളെ വിളിച്ചപ്പോൾ പക്ഷെ അവർ പറഞ്ഞത് യാതൊരു തരത്തിലുള്ള നീരസവുമില്ല. ഷാഫി ഉദ്ദേശിച്ചത് ഒരുപാടധികം ആളുകൾ ആ വേദിയിലുണ്ട്, അത് മുതിർന്ന നേതാക്കളാണ്, അത് മുല്ലപ്പള്ളിയെ പോലെയുള്ള മുതിർന്ന നേതാക്കളാണുള്ളത്, അവർ സംസാരിക്കട്ടെ, അതുകൊണ്ട് താൻ മാറി നിന്നു എന്നാണ് ഷാഫി പറമ്പിൽ വിശദീകരിക്കുന്നത്. അതല്ലാതെ അദ്ദേഹത്തിന് യാതൊരു തരത്തിലുള്ള നീരസവും ഇല്ല എന്നാണ് കോൺഗ്രസ് നേതാക്കൾ പറയുന്നത്. DCC പ്രസിഡന്റിനെ ബന്ധപ്പെടാൻ ശ്രമിച്ചപ്പോൾ അദ്ദേഹത്തിന് ലഭ്യമായിട്ടില്ല. അദ്ദേഹം ഈ യാത്രക്കൊപ്പം തന്നെ ഇപ്പോൾ ഉടനീളമുണ്ട്. ജില്ലയിലാണ് ഈ യാത്ര ഇപ്പോൾ പര്യടനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. നാളെയും ജില്ലയിൽ തന്നെ തുടരും. അതുകൊണ്ട് തന്നെ ഇതിൽ മറ്റ് പ്രശ്നങ്ങളില്ല, നീരസങ്ങൾ ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് കോൺഗ്രസ് നേതാക്കൾ വിശദീകരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.